തിയറം 20.4 എക്സ്റ്റെൻഡിങ് phi from f to f dash അതാണ് ഈ തിയറത്തിലുള്ളത്. Let phi be an isomorphism from a field f to a field f dash and let f of x belongs to capital F of x. If E is a splitting field for f of x over f and E dash is a splitting field for phi of f of x over f dash, then there is an isomorphism from E to E dash that agrees with phi on f. ഇപ്പൊ നമുക്ക് ഫൈ എന്ന് പറയുന്ന ഒരു ഐസോമോർസം ഉണ്ട്. എഫ് എന്ന് പറയുന്ന എഫ് ഡാഷിലേക്ക് ഒരു എഫ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് എഫ് ഡാഷ് എന്ന് പറയുന്ന ഫീൽഡിലേക്കാണ് ഫൈ എന്ന് പറയുന്ന ഐസോമോർസം ഉള്ളത്. സ്മോൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അവിടുത്തെ ഒരു പോളിനോമിയലാണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫും ഇ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഇമേജ് അണ്ടർ ഫൈ അതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ഡാഷും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് സ്പ്ലിറ്റിംഗ് ഫീൽഡുകൾ തമ്മിൽ ഒരു ഐസോമോർഫിസം ഉണ്ടായിരിക്കും. ആ ഐസോമോർഫിസം എന്ന് പറയുന്നത് ഫൈ എഫില് ഫൈനോട് ഈക്വലും ആയിരിക്കും എന്ന് വെച്ചാൽ ഐസോമോർഫിസം നമ്മൾ എഫിലെ വാല്യൂസ് നോക്കിയാൽ ഫൈയും ഈ പറഞ്ഞ ഐസോമോർഫിസത്തിന് ഒരേ വാല്യൂസ് ആയിരിക്കും എഫിലെ എല്ലാ എലിമെന്റ്സിലും. പ്രൂഫ് we use induction on dig f of x. dig f of x ൽ induction യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. if dig f of x is equal to 1, dig f of x degree of f of x 1 ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ അതൊരു ലീനിയർ ഫാക്ടർ ആയിരിക്കും അല്ലേ? ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോം എക്സ് പ്ലസ് എ അല്ലെങ്കിൽ ഒരു എക്സ് മൈനസ് എ അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി ആ ഒരു ഫോമിലായിരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റന്റുകളെല്ലാം എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഇതിന്റെ കൂടെയുള്ള കോൺസ്റ്റന്റുകളെല്ലാം അതിനകത്ത് വരും അല്ലെ? അപ്പൊ അതിന്റെ സീറോയും അതിൽ തന്നെ ഉള്ളതായിരിക്കും. ഇപ്പൊ എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ അതിന്റെ സീറോ മൈനസ് ബി ബൈ എ ആണ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ഇൻറ്റു എ ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പം എഫ് ഫീൽഡ് ആയതുകൊണ്ട് ഈ മൈനസ് ബി ബൈ എ എന്ന് പറയുന്ന എഫിനകത്തിലുള്ള എലമെന്റ് ആണ്. അപ്പോ അതിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡിന് സീറോ ഉള്ള ആ ഒരു ഫീൽഡ് വേറൊന്നും നോക്കണ്ട, എഫ് തന്നെ ആയിരിക്കും ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ. ഇ ഡാഷും ഇതേപോലെ തന്നെ അതിന്റെ സീറോ എഫ് ഡാഷിനകത്ത് വരും. അത് അവിടുത്തെ എക്സ്റ്റൻഷൻ ഫീൽഡ് നമ്മൾ പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കണ്ട, അത് ഇ ഡാഷ് എഫ് ഡാഷ് സെയിം ആയിരിക്കും. therefore phi is the required mapping. അപ്പൊ phi ആണ് ഈ പറഞ്ഞ നമ്മുടെ മാപ്പിങ്. ഒരു മാപ്പിംഗ് ഉണ്ടായിരിക്കും എന്നാണല്ലോ എക്സ്റ്റൻഷൻ ഫീൽഡുകൾ തമ്മിൽ ഇ ഡാഷും തമ്മിൽ ഒരു ഐസോമോർസം കണ്ടുപിടിക്കണമല്ലോ. അതിപ്പോ ഇവിടെ ഇ ഡാഷ് ഈക്വൽ ടു എഫ് ഇ ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷും ഈക്വൽ ടു എഫ് ആയതുകൊണ്ടും അതിനെ ഫൈ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഫൈ ഇസ് ദ റിക്വയർഡ് മാപ്പിംഗ്. ഇനി ഇൻഡക്ഷൻ ആണ്. സോ നമ്മൾ dig f of x greater than 1 ആവുന്ന കേസ് കൂടെ നോക്കണം. let p of x be an irreducible factor of f of x. p of x എന്ന് പറയുന്നത് നമ്മുടെ f of x ന്റെ ഒരു irreducible factor ആണ്. let a be a zero of p of x in capital. ഈ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ p of x ന്റെ ഒരു സീറോ ആണ്. എവിടെയാണെന്നറിയാം? ക്യാപിറ്റൽ ഇയിലെ ഉള്ള ഒരു സീറോ ആണ്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു ഫാക്ടർ അല്ല, അതൊരു എന്താ പറയാ സെക്കൻഡ് ഡിഗ്രി അതിലധികം ഡിഗ്രി ഉള്ള ഒരെണ്ണം ആയിരിക്കും. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അതിലെ ഏറ്റവും ഇറെഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് ചൂസ് ചെയ്യുന്നു. അപ്പൊ പി ഓഫ് എക്സിന് ഒരു സീറോ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിനകത്ത് ഉണ്ടായിരിക്കും. കാരണം എക്സ്റ്റൻഷൻ ഫീൽഡിന്റെ എക്സിസ്റ്റൻസ് ഒക്കെ നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചതാണ്. എ എന്ന് പറയുന്നത് ഈ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിന്റെ സീറോ ആണ് ഇൻ സം എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ആൻഡ് ബി ബി എ സീറോ എഫ്. ഇതിന്റെ ഇമേജിന്റെ സീറോ ആണ് ബി എന്ന് പറയുന്നത് ഇൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഡാഷ്. ബൈ ദി പ്രിസീഡിംഗ് ലെമ്മ there is an isomorphism alpha from. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു ലെമ്മ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ആ ലെമ്മയ്ക്കകത്തിലെ ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ അവിടെ വേണമായിരുന്നു. അതേപോലെ നമ്മൾ ഇവിടെ ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ കൊണ്ടുവന്നു ലെമ്മ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. by the preceding lemma there is an isomorphism alpha from. അപ്പം p of x എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ അതിന്റെ സീറോ എന്ന് പറയുന്നത് a in e യും അതിന്റെ ഇമേജിന്റെ സീറോ ബി ഇൻ എഫ് ഇ ഡാഷും ആണെങ്കിൽ ബാക്കി എല്ലാം ആ ലെമ്മേന്ന് കിട്ടും. there is an isomorphism alpha from f of a to f dash of b that agrees with phi on f and carries a to b. ഇത്രയും അതിൽ നിന്ന് കിട്ടുന്നതാണ്. now write f of x is equal to. അപ്പൊ a എന്ന് പറയുന്നത് നമ്മുടെ f of x ന്റെ ഒരു സീറോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഫാക്ടർ ആയ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിന്റെ സീറോയാണ്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെയും ഒരു സീറോ ആണല്ലോ. എഫ് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടറിന്റെ സീറോ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ സീറോ ആണ്. സോ എ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിന്റെ സീറോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു നേരത്തെ തിയറം പഠിച്ചിട്ടുണ്ട്, 16 ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. ഒരു എ എന്ന് പറയുന്ന ഒരു സീറോ ആണെങ്കിൽ എക്സ് മൈനസ് അതിന്റെ ഫാക്ടർ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എഫ് ഓഫ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ജി എഫ് എക്സ് നമുക്ക് എഴുതാം, വേർ ജി എഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എ ഓഫ് എക്സ്. ഓക്കെ, എന്താ ഇങ്ങനെ വന്നതെന്നറിയാം, എഫ് ഓഫ് എക്സിനെ നമ്മൾ എക്സ് മൈനസ് എ ഇൻറ്റു ജി, ബാക്കിയുള്ള പോളിനോമിയൽ എക്സ് മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള പോളിനോമിയലാണ് ഈ ജി എഫ് എക്സ്. അപ്പൊ ഇതിനകത്തില്ലേ നമ്മൾ ഈ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് കോമൺ എടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം, എല്ലാത്തിനും എ കോമൺ എടുക്കുന്നുണ്ട്. ഇപ്പൊ എ നമ്മൾ കോമൺ എടുത്ത് കഴിയുമ്പോൾ ചിലയിടത്തൊക്കെ എ വന്നിട്ടില്ല എങ്കിൽ അവിടെ എ ഇൻവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി, നമ്മളിവിടെ എ കോമൺ എടുത്തു. അപ്പൊ ചില ടൈംസിലൊന്നും എ ഇല്ല എങ്കിൽ നമുക്ക് എന്താ എയും കൂടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേർ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എ ഓഫ് എക്സ്. ഓക്കെ, ഇപ്പൊ ജി ഓഫ് എക്സിന്റെ കോൺസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ എയോ എന്റെ ഇൻവേഴ്സുകളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല. എ കോമൺ, എ കൊണ്ട് ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ എയും എ ഇൻവേഴ്സും കൂടെ ചേരുമ്പോൾ അതങ്ങ് അപ്രത്യക്ഷമാകാം. അപ്പൊ ഇത് എ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇവിടെ കോമൺ എടുത്തിരിക്കുന്നത് കൊണ്ട് ജി എഫ് എക്സിന്റെ കോൺസ്റ്റൻസിന്റെ കൂട്ടത്തിൽ എ ഇൻവേഴ്സ് കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ജി എഫ് എക്സിനെ നമുക്ക് എഫ് ഓഫ് എ ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ എന്ന് പറയാം. എഫ് ഓഫ് എ ഓഫ് എക്സിലെ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ആണ്. എഫിനെയും എയിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ്. അപ്പൊ ജി എഫ് എക്സിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എഫിലുള്ള എലമെന്റ്സോ അല്ലെങ്കിൽ ഈ എയോ എയുടെ ഇൻവേഴ്സോ ഒക്കെ ആവാൻ സാധ്യതയുണ്ടെന്നാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ ജി എഫ് എക്സ് ഓവർ എഫ് ഓഫ് എ. അപ്പൊ ഈ പറഞ്ഞ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ എഫ് ഓഫ് എക്സ് ഓവർ പിന്നെ ഈ എഫ് ആയിരുന്നു, എഫ് ഓഫ് എക്സ് ഓവർ എഫ് ആയിരുന്നു. ഇവിടെ ജി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓവർ എഫ് ഓഫ് എ ആണ്. സോ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈ പറഞ്ഞ ഈക്കകത്തില് ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എഫ് ഓഫ് എക്സും ജി എഫ് എക്സും തമ്മിൽ ഒരൊറ്റ ഫാക്ടറിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എഫ് ഓഫ് എക്സ് എവിടെ ഫാക്ടറൈസ് ചെയ്താലും ജി എഫ് എക്സും അവിടെ തന്നെ ഫാക്ടറൈസ് ചെയ്യും. ഇപ്പൊ എഫ് ഓഫ് എക്സിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ജി എഫ് എക്സിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്, കാരണം എഫ് ഓഫ് എക്സിന്റെ ഫാക്ടർ ആണ് ജി എഫ് എക്സ്. അപ്പോ ഇ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ ജി ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എ ആൻഡ് ഇ ഡാഷ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ ആൽഫ ഓഫ് ജി ഓഫ് എക്സ് ഓവർ എഫ് ഡാഷ് ഓഫ് ഡി. Okay, since dig g of x less than dig f of x ആണ്, കാരണം എന്താണ്, f of x ന്റെ ഡിഗ്രിനേക്കാളും 1 കുറവാണ് g of x ന്റെ ഡിഗ്രി. There is an isomorphism from E to E dash that agrees with alpha on f of a and therefore with phi on f. ഇപ്പൊ dig g of x less than dig f of x ആയതുകൊണ്ട് there is an isomorphism from E to E dash നമുക്ക് എന്താണെന്ന് അറിയോ, ഇവിടെ ജിയുടെ ഡിഗ്രി എഫിന്റെ ഡിഗ്രിനേക്കാളും കുറവായതുകൊണ്ട് ഇൻഡക്ഷൻ വെച്ചിട്ട് ജിക്ക് റിസൾട്ട് ട്രൂ ആണ്, അതാണ് പറയുന്നത്. ജിക്ക് റിസൾട്ട് ട്രൂ ആണ്. അപ്പൊ ജിന്റെ കേസിൽ അത് എങ്ങനെ വരും? There is an isomorphism from E to E dash that agrees with alpha on f of a and therefore with phi on f. Okay, so അത് വെച്ചിട്ടാണ് പറയുന്നത് ജിക്ക് റിസൾട്ട് ട്രൂ ആണ്. അപ്പൊ there is an isomorphism from E to E dash that agrees with alpha on f of a and therefore phi on f. കാരണം എന്താ, ഇത് നമുക്ക് ഈ നമ്മുടെ എന്താണ് ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇത്രയാ കിട്ടും. There is an isomorphism from E to E dash that agrees with alpha on f of a, അത്രയാണ് കിട്ടുന്നത്. And therefore എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ലെമ്മ വെച്ചിട്ട്, പ്രിസൈഡിംഗ് ലെമ്മ. There is an isomorphism alpha from f of a to f dash of b. ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ടു എഫ് ഡാഷ് ഓഫ് ബി എഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ് ആണ്. മനസ്സിലായി? അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ ഐസോമോർസം ഫ്രം ഇ ടു ഇ ഡാഷ് എഗ്രീസ് വിത്ത് ആൽഫയാണ്. ഇനി ആൽഫ എഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ് ആയതുകൊണ്ട് ഈ ഐസോമോർസവും എഗ്രീസ് വിത്ത് ഫൈ ഓൺ എഫ് ആണ്. എന്തൊരു ഡൗട്ട് ഉണ്ടോ? കൊറോളറി സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആർ ഐസോമോർഫിക്. അത് നമ്മളിപ്പോ പ്രൂവ് ചെയ്തതാണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഐസോമോർഫിക് ആണെന്നാണ്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്, then any two splitting fields of f of x over f are isomorphic. Suppose that E and E dash are splitting fields over f of x over f, then the result follows immediately from theorem 20.4 and letting phi be the identity from f to f.
അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഐസോമോറിസം വേണം അല്ലെ. ഇപ്പൊ നമ്മുടെ തിയറം 20.4 ഒരു ഐസോമോറിസം ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഏത് രണ്ട് സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഐസോമോർഫിക് ആണെന്നാ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഐസോമോർസമായിട്ട് നമ്മൾ എടുക്കുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഐസോമോറിസം ആണല്ലോ. അത് ഫൈ ആയിട്ട് എടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടും. Any two splitting fields are isomorphic. Remark: even though x raised to 6 minus 2 has a zero in എന്നുണ്ട്, has a 0 in q of 6th root of 2, it does not split in q of 6th root of 2. The splitting field is easy to obtain, however. അപ്പോൾ ഈ x raised to 6 minus 2 അതിന് 6 റൂട്ടുകൾ ഉണ്ടെന്ന് അറിയാമല്ലോ. 6th ഡിഗ്രി പോളിനോമിയൽ ആണ്, 6 റൂട്ടുകൾ ഉണ്ട്. അപ്പൊ അതില് ഈ q of 6th root of 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6th root of 2 ഉം q കൂടെ ചേരുന്ന ആ ഒരു ഫീൽഡാണ് നമ്മുടെ ഈ q of 6th root of 2 എന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ x raised to 6 minus 2 എന്ന് പറയുന്നത് q of 6th root of 2 വിനകത്തില് സ്പ്ലിറ്റ് ചെയ്യത്തില്ല, കാരണം ഇതിൽ എല്ലാ റൂട്ട്സും വരുന്നില്ല. പക്ഷെ നമുക്ക് സ്പ്ലിറ്റിംഗ് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം ഇത് താഴെ പറയുന്നുണ്ട്. The splitting field of x raised to n minus a over q. Let a be a positive rational number and let omega be a primitive nth root of unity. Then each of a raised to 1 by n, omega into a raised to 1 by n, omega square into a raised to 1 by n, etc. Omega raised to n minus 1 into a raised to 1 by n is a 0 of x raised to n minus a in q of nth root of a, omega. So splitting field of x raised to n minus a over q എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറും ആണ്, ഒമേഗ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി 1 raised to 1 by n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഇത്രയും എണ്ണവും is a 0 of x raised to n minus a in q of nth root of a, omega. അപ്പൊ ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് തൊട്ട് മുമ്പ് കാണിച്ചത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് അല്ലാത്ത എന്താണെന്നറിയാം, അവിടെ ഒരു ഒമേഗയും കൂടെ വരണമായിരുന്നു. ഒമേഗയും കൂടെ ഉണ്ടായിരുന്നു, 6th റൂട്ട് ഓഫ് യൂണിറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകുമായിരുന്നു. അപ്പൊ എല്ലാ റൂട്ടും വരും, ഈ എഴുതിയിരിക്കുന്ന എല്ലാം അതിന്റെ റൂട്ട്സ് ആണ്. എല്ലാ റൂട്ടും വരുന്ന ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ കഴിയും. ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ കഴിയുക എന്ന് വെച്ചാൽ എന്താ, ഫാക്ടേഴ്സിനകത്തിൽ വരുന്ന കോൺസ്റ്റൻസ് എല്ലാം ഈ ഫീൽഡിനകത്തിലുള്ളതായിരിക്കണം. ഇപ്പൊ റൂട്ട്സ് എല്ലാം അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കോൺസ്റ്റൻസ് എല്ലാം ആ റൂട്ട്സ് ആയിട്ട് എടുത്തിട്ട് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ സാധിക്കും. Zeros of an irreducible polynomial. Now that we know that every non-constant polynomial over a field splits in some extension, we ask whether irreducible polynomial must split in some special way. എന്താണ്, now that we know that every non-constant polynomial over a field splits in some extension. എല്ലാ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഓവർ എ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ട്, ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ടാവും. ഏതൊരു പോളിനോമിയൽ എടുത്താലും അത് സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെ പറയാം, നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ അതിനൊരു സീറോ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ ഓരോരോ ഫാക്ടേഴ്സ് എടുക്കുക. ഈ പറഞ്ഞത് തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമുക്കൊരു എഫ് ഓഫ് എക്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഒരു തിയറം നമ്മൾ പഠിച്ചാണ്, ഒരു സീറോ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എഫ് ഓഫ് എക്സിന് ഒരു സീറോ ഉണ്ടെന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ആ സീറോ വെച്ചിട്ട് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു. ഇപ്പൊ എക്സ് എ ആണ് എന്റെ സീറോ, എക്സ് മൈനസ് എ ഇൻറ്റു ജി എഫ് എക്സ് എന്ന് എഴുതി. ഇനി അടുത്ത ജി എഫ് എക്സ് എടുക്കുന്നു. ജി എഫ് എക്സിന് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിനകത്ത് എന്തുണ്ട്, ഒരു റൂട്ട് ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് പിന്നെ ബി ആണെങ്കിൽ ജി ഓഫ് എക്സിന് നമ്മൾ എക്സ് മൈനസ് ബി ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് എഴുതും. ഇനി അടുത്തത് ഈ പറഞ്ഞത് പറഞ്ഞ എക്സ് മൈനസ്, അപ്പൊ ആദ്യം എഴുതിയ പോളിനോമിയൽ എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എച്ച് ഓഫ് എക്സ്. ഇനി അടുത്ത എച്ച് ഓഫ് എക്സിനെ എടുക്കും. അതായത് ഇങ്ങനെ അപ്ലൈ ചെയ്ത വീണ്ടും തുടർച്ചയായിട്ട് നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സിന് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്കൊരു കുറെ ഫാക്ടേഴ്സ് കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ ഈ എക്സ്റ്റൻഷൻ ഫീൽഡുകളുടെ എല്ലാം കൂടെ ഒരു ഏറ്റവും വലിയ, ഈ പറഞ്ഞതിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും വലിയ എക്സ്റ്റൻഷൻ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ, പിന്നെ ഇതിന്റെ ഒരു നമ്മുടെ മൊത്തത്തിലുള്ള ഫംഗ്ഷന്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് കിട്ടും.
So we ask, we know that now that we know that every non-constant polynomial over a field splits in some extension, we ask whether irreducible polynomials must split in some special way. അപ്പോൾ irreducible polynomials split ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. Yes, they do. To discover how we borrow something whose origins are in calculus. അപ്പോൾ അത് പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. Definition, derivative. Let f of x is equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a1x plus a0 belong to f of x. കണ്ടല്ലോ ഒരു പോളിനോമിയൽ നമ്മൾ f of x നകത്ത് നിന്ന് എടുത്തു. The derivative of f of x denoted by f dash of x is the polynomial. ഡെറിവേറ്റീവ് എടുക്കാൻ എല്ലാവർക്കും അറിയാലോ. n into n x raised to n minus 1 വരും. n minus 1 x raised to n minus 1 ന്റെ എന്ത് വരും? n minus 1 x raised to n minus 2 അത്രയേ ഉള്ളൂ. അതായത് ടേം വൈസ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തേക്കുവാണ്. Okay. Notice that our definition does not involve the notion of a limit. The standard rules for handling ഇതിനകത്ത് ലിമിറ്റ് ഒന്നും പറയാതെ തന്നെ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ് ഇവിടെ കൊടുത്തിരിക്കുക. അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ. Let f of x and g of x belongs to f of x and a belongs to f, then കണ്ടല്ലോ സം ചെയ്ത് രണ്ട് ഫംഗ്ഷന്റെ സം ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവിന്റെ സം ആണ്. പിന്നെ കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ദാറ്റ് ഫംഗ്ഷൻ. ഇനി പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ ആണ്, നമുക്ക് അറിയാവുന്നതാണ്. നോക്കാം. പ്രോപ്പർട്ടീസ് വൺ ആൻഡ് ഫോളോ ഫ്രം സ്ട്രേറ്റ് ഫോർവേഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ദ ഡെഫിനിഷൻ. ഇതിന് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും ആവശ്യമില്ല. തിയറം 20.5 ക്രൈറ്റീരിയൻ ഫോർ മൾട്ടിപ്പിൾ സീറോസ്. അപ്പൊ മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടാകാനുള്ള എന്താണ് ഒരു ക്രൈറ്റീരിയ? A polynomial f of x over a field f has a multiple zero in some extension E. If and only if f of x and f dash of x have a common factor of positive degree in f of x. So നോക്കാം, f of x over a field ആണ്, അതിനൊരു മൾട്ടിപ്പിൾ സീറോ ഇൻ സം എക്സ്റ്റൻഷൻ E ഉണ്ടാവണമെങ്കിൽ if and only if f of x നും f dash x നും ഒരു കോമൺ ഫാക്ടർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഉണ്ടായിരിക്കണം in f of x. പ്രൂഫ് നോക്കാം. If A is a multiple zero of f of x in some extension E, then there is a g of x in E of x such that അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇൻ സം എക്സ്റ്റൻഷൻ ഇ, ഒരു എക്സ്റ്റൻഷനിലെ ഇ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനിലെ നമ്മുടെ എഫ് ഓഫ് എക്സിന് ഒരു മൾട്ടിപ്പിൾ സീറോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കാണിക്കേണ്ടത് എഫ് ഓഫ് എക്സിന് എഫ് ഡാഷ് എക്സിന് ഒരു പോസിറ്റീവ് ഫാക്ടർ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. അപ്പോ എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് എക്സിന് ഒരു മൾട്ടിപ്പിൾ സീറോ ഉണ്ടെന്ന് വിചാരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ then there is a g of x ഇവിടെ ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ സീറോ എ ആണെങ്കിൽ എക്സ് മൈനസ് എ, മൾട്ടിപ്പിൾ സീറോ രണ്ട് സീറോസ് നമ്മൾ എടുക്കുകയാണ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു രണ്ടെണ്ണം വെച്ച് തന്നെ നമ്മൾ രണ്ട്, അതായത് അതിന്റെ എത്ര പ്രാവശ്യം അത് ഒക്കർ ചെയ്യുന്നുള്ളത് നമ്മള് 2 എന്ന് തൽക്കാലം ഇവിടെ എഴുതുവാണ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതുമ്പോഴേ മനസ്സിലാവും ഇവിടെ എ എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ സീറോ ആണ്. ഇനി എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചാൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എ പ്ലസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2 ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് ജി ഓഫ് എക്സ്. ഇതിന് മാഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രോഡക്റ്റ് റൂൾ അറിയാമല്ലോ. വി സി ദാറ്റ് എഫ് ഓഫ് എ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? എഫ് ഓഫ് എ കണ്ടുപിടിച്ചാൽ നമുക്ക് 0 കിട്ടുമല്ലോ. Thus, x minus a is a factor of both f of x and f dash of x in the extension E of f. അപ്പോ f of a is equal to 0 ആണ്. f of a then f of a അല്ല കേട്ടോ, ഇവിടെ f dash ആണ്, ഞാൻ എഴുതിയത് മാഞ്ഞത് കൊണ്ടാ. f of a 0 നമുക്കറിയാം, ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെ.
ഇത് എഫ് എന്ന് എഫ് ഡാഷ് ആണ്. ഓക്കെ, അപ്പൊ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് എങ്ങനെ കിട്ടുന്നേ? എഫ് ഓഫ് എക്സ് എഴുതി അതിനകത്ത് നിന്ന് എഫ് ഡാഷ് എക്സ് പ്രോഡക്റ്റ് റൂൾ വെച്ച് എഴുതുന്നു. എഫ് ഡാഷ് ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ ഈ സമ്മിലെ രണ്ട് ടേമിലും എയുടെ ഫാക്ടർ വരുന്നത് കൊണ്ട് എഫ് ഡാഷ് ഓഫ് എ 0 കിട്ടും. എഫ് ഡാഷ് ഓഫ് എ 0 ആണെങ്കിൽ എ എന്ന് പറയുന്നത് അതിന്റെ ഒരു 0 ആണെന്ന് കിട്ടുമ്പോൾ എക്സ് മൈനസ് ഇതിന്റെ ഒരു ഫാക്ടർ ആണെന്ന് കിട്ടും. അപ്പൊ ഇവിടെ എഫ് ഓഫ് എയും പിന്നെ എഫ് ഓഫ് എക്സിനും എഫ് ഡാഷ് ഓഫ് എക്സിനും ഒരു ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി, എക്സ് മൈനസ് എ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോസിറ്റീവ് ഡിഗ്രി ഉള്ള സാധനമായിട്ട് എടുത്തുകൂടെ നമുക്ക്? പോസിറ്റീവ് ഡിഗ്രി ഉള്ള കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് എടുത്തുകൂടെ? പക്ഷെ ഇവിടെ അത് എടുക്കുന്നില്ല. അതെന്താന്ന് പറയാമോ? ഒരു പോസിറ്റീവ് ഡിഗ്രി ഉള്ള ഒരു ഫാക്ടർ ഉണ്ടാകും ഇൻ എഫ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എക്സ് മൈനസ് എ ഇപ്പൊ ഒരു കോമൺ ഫാക്ടർ കിട്ടിയിട്ടുണ്ട്, അതെന്തുകൊണ്ട് ചൂസ് ചെയ്യാത്ത ആർക്കെങ്കിലും അറിയാവോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പോസിറ്റീവ് ഡിഗ്രി ഉള്ള ഒരു കോമൺ ഫാക്ടർ ഇൻ എഫ് ഓഫ് എക്സ് കിട്ടുന്ന അല്ലെ? ഈ പറഞ്ഞ പോസിറ്റീവ് ഡിഗ്രി ഉള്ള ഈ ഫാക്ടർ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ ഒരു ഫാക്ടർ ആണോ? എ എന്ന് പറയുന്നത് എഫിൽ ഇല്ലാത്ത സംഗതിയാണ്. അത് നമുക്ക് എക്സ്റ്റൻഷൻ ഫീൽഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എവിടെ ഇല്ല? എഫ് ഓഫ് എക്സിനകത്തിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്രൂഫ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഒരു ഫാക്ടർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് എഫ് ഓഫ് എക്സിൽ ഉള്ളതല്ല. Thus x minus a is a factor of both f of x and f dash x in the extension E of f. Now if f of x and f dash x have no common divisor of positive degree in f of x, there are polynomials. അപ്പൊ ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫിനും എഫ് ഡാഷിനും കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഉണ്ടെന്നാണ് കാണിക്കേണ്ടത് അല്ലെ? ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സസൈസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് 45 ഇൻ ചാപ്റ്റർ 16. ഇതിന്റെ ഏറ്റവും താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിന് ശേഷം പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ഇല്ല എങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കോമൺ ഡിവൈസർ ഒന്നും ഇല്ലെങ്കിൽ ആ എക്സസൈസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. there are polynomials h of x and k of x in f of x such that f of x into h of x plus f dash x into k of x is equal to 1. കണ്ടല്ലോ? വ്യൂവിങ്. അപ്പോ ഈ എഫ് ഓഫ് എക്സിനും എഫ് ഡാഷ് എക്സിനും ഒരു കോമൺ ഫാക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എക്സ് മൈനസ് എ എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സിന് എഫ് ഡാഷ് എക്സിന് അത് കോമൺ ഫാക്ടർ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന 1 അതിന്റെ സം അല്ലേ? ഈ ഓരോ ടൈമിനും കോമൺ ഫാക്ടർ ആണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള 1നും എക്സ് മൈനസ് എ കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടും. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പോ ആ കോൺട്രഡിക്ഷൻ വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് എക്സ് മസ്റ്റ് ഹാവ് എ കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഇൻ എഫ് ഓഫ് എക്സ്. അത്രേ ഉള്ളൂ. Conversely, suppose that f of x and f dash x have a common factor of positive degree. തിരിച്ച് ഒരു കോമൺ ഫാക്ടർ പോസിറ്റീവ് ഡിഗ്രി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് മൾട്ടിപ്പിൾ 0 ആണെന്നാ കാണിക്കേണ്ടത്. let a be a 0 of the common factor. അപ്പൊ ഈ ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്നാണല്ലോ അസ്യൂം ചെയ്തത്. ആ കോമൺ ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 ആണ് a. then a is a 0 f of x and f dash x. രണ്ടിന്റെ 0 ആണ്. since a is a 0 of f of x, there is a polynomial q of x such that അപ്പൊ a എന്ന് പറയുന്നത് 0 of f of x ആയതുകൊണ്ട് നമുക്ക് ഒരു പോളിനോമിയൽ q of x കിട്ടും, such that f of x is equal to x minus a q of x. ഓക്കെ, ഇനി f dash x കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ കിട്ടും. ഇനി a ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും, ഈക്വൽ ടു f dash of a ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 0 plus q of a എന്ന് കിട്ടും. q of a എന്ന് കിട്ടും. അപ്പൊ എന്താണ്? q of a ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. Thus x minus a is a factor of q of x. അപ്പൊ ഇവിടെ നോക്കിക്കേ, q of a നമുക്ക് 0 എന്നിട്ട് q of a is equal to 0 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം q ന്റെ ഒരു ഫാക്ടർ ആണ് ഈ x minus a എന്നാണ്, ബൈ a തിയറം. അപ്പോ q of x ന് ഒരു ഫാക്ടർ ഉണ്ട് x minus a. ഇനി f of x ന് ഓൾറെഡി ഒരു ഫാക്ടർ x minus a ഉണ്ട്. അപ്പം f of x ന് രണ്ട് ഫാക്ടർ ആയില്ലേ? അപ്പൊ അതൊരു മൾട്ടിപ്പിൾ 0 ആവും. ഇതാണ് എക്സസൈസ്. ഇത് നിങ്ങൾക്ക് സൊല്യൂഷൻ മാനുവലിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ബാക്കിലോ നോക്കണേ. Let f be a field and let f of x and g of x belong to f of x. If there is no polynomial of positive degree in f of x that divides both f of x and g of x, prove that there exist polynomials h of x and k of x in f of x with the property that f of x into h of x plus g of x into k of x is equal to 1. Okay. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.
ഇതിനകത്ത് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിട്ട് ടെക്സ്റ്റ് അയക്കും.